ഞങ്ങളൊക്കെ തന്നെ ജയിലറകളിലായിരുന്നു, പോലീസ് മർദ്ദനമേറ്റ് ആശുപത്രിയിലുണ്ടായിരുന്നു. 30 ദിവസമാണ് 20 വനിതാ BJPയുടെ വനിതാ കൗൺസിലർമാരും 15 പുരുഷന്മാരും ഉൾപ്പെടുന്ന 35 പേർ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് മാനസിക മഴ കാണുകയാണ്. 1 മണിക്കൂർ മഴ പെയ്താൽ പഴവങ്ങാട് ഗണപതി ഭഗവാൻ ഉൾപ്പെടെ വെള്ളത്തിലാകുന്ന അവസ്ഥ 45-50 വർഷം കൊണ്ട് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ ഈ ഗണപതി ഭഗവാന്റെ ഉദ്ദേശിച്ച് വാക്ക് തരുന്നു. ആറ്റുകാലമ്മയുടെ പേരിൽ പോലും അഴിമതി നടത്തിയവർ പണ്ടാരെടുപ്പിൽ ഒരൊറ്റ പൊങ്കാലം നടന്ന 2021 ആറ്റുകാൽ പൊങ്കാലം മണ്ണന്തര വരെ നടത്തിയെന്ന് പറഞ്ഞിട്ട് 4.5 ലക്ഷം രൂപ ആര്യാരാജ്യത്തിന്റെ സംഘവും ചേർന്ന് എഴുതിയെടുത്തപ്പോഴേക്കും അതിനെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി തിരുവനന്തപുരത്ത് BJP മാത്രമേ ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്ത് സംസ്ഥാന നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലാണ് ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നത്. രാജ്യസഭ എംപിമാരായാലും രാഷ്ട്രപതിയായാലും ഉപരാഷ്ട്രപതിയായാലും ജനാധിപത്യമാണെങ്കിലും നേരിട്ട് ജനങ്ങൾ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയൊരു മഹോത്സവമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ. ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു, ലക്ഷക്കണക്കിന് പേർ സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നാട്ടിലുള്ള ജനാധിപത്യത്തിന് നമ്മൾ കാസർഗോഡ് മുതൽ പാറശാല വരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ദർശിക്കുവാൻ കഴിയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലാണ്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ 2025 ഡിസംബറിൽ നടക്കുമ്പോൾ കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ തെരഞ്ഞെടുപ്പിന് ഇത്രത്തോളം ശ്രദ്ധ കിട്ടുവാൻ ഞാൻ പല മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് 1940 ചരിത്രം പരിശോധിച്ചാലാണ് നമ്മുടെ കോർപ്പറേഷൻ ഉണ്ടാകുന്നത്. 1940 തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപം കൊണ്ടതിനു ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പാണിത്. ഏകദേശം 1 വർഷം മുൻപ് തന്നെ BJPയുടെ മുൻ കേന്ദ്രമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പാനലിന് നേതൃത്വം കൊടുക്കുന്നുള്ള വാർത്ത ഒരു മാധ്യമം പുറത്തുവിട്ടിരുന്നു. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോഴേക്കും UDF അവിടെ ഒരു മുൻ MLA തന്നെ, എനിക്ക് തോന്നുന്ന ഒരു മുൻ MLA ഒരു മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലൊക്കെ മത്സരിക്കുന്ന ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞിരിക്കാം. LDF അവിടെ മുൻ MP ഇവിടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ലീഡ് ചെയ്യാൻ വേണ്ടി ഫീൽഡ് ചെയ്യും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപം കൊണ്ടതിന് ശേഷം ഇത്രത്തോളം കളർഫുൾ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് വരെയും രേഖപ്പെടുത്തിയിട്ടില്ല. എന്താണ് അതിന്റെ കാരണം? ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി അതിലേക്ക് ഇറങ്ങി നോക്കിയാൽ ഒരു കാര്യം അറിയാം. 2015 മുതൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ പാർട്ടി BJP ആണ്. 2015 BJP പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നടത്തിയ പ്രവർത്തനങ്ങൾ 2020 മുതൽ 2025 വരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് രാവും പകലും BJPയുടെ കൗൺസിലർമാർ നടത്തിയ ജനാധിപത്യ സമരമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്രത്തോളം ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയതെന്നുള്ള യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന തിരുവനന്തപുരത്തുള്ള ജനങ്ങളോട് ഞാൻ പറയുന്നു, കഴിഞ്ഞ 5 വർഷവും തിരുവനന്തപുരത്തെ ജനങ്ങൾ ഉറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ 35 കൗൺസിലർമാർ ഉറങ്ങാതെ നിങ്ങളുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കുവാൻ വേണ്ടി കാവലിരിക്കുകയായിരുന്നു. പലപ്പോഴും തിരുവനന്തപുരം ഉറങ്ങുമ്പോൾ ഞങ്ങളൊക്കെ തന്നെ നന്ദാവനം പോലീസ് ക്യാമ്പിലായിരുന്നു, ഞങ്ങളൊക്കെ തന്നെ ജയിലറകളിലായിരുന്നു, പോലീസ് മർദ്ദനമേറ്റ് ആശുപത്രിയിലുണ്ടായിരുന്നു. 30 ദിവസമാണ് 20 വനിതാ BJPയുടെ വനിതാ കൗൺസിലർമാരും 15 പുരുഷന്മാരും ഉൾപ്പെടുന്ന 35 പേർ തിരുവനന്തപുരം കോർപ്പറേഷൻ ഹാളിൽ ന്യൂസ് പേപ്പർ തിരിച്ച് തറയിൽ ഉറങ്ങിക്കൊണ്ട് സമരം ചെയ്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഒരു സമരം നടന്നിട്ട് എന്തിനു വേണ്ടിയായിരുന്നു? സാധാരണക്കാരായ ജനങ്ങളുടെ വീട്ടുകാരെ തട്ടിയെടുക്കുന്നതിനെതിരെയായിരുന്നു. ഞാൻ ആ വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പൊ എല്ലാ സ്ഥാനാർത്ഥികളും ഫീൽഡ് ചെയ്യുന്നതാണ് വരുന്നത്. എല്ലാവരും വീടുകൾ കയറിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്നലെ കൊടുങ്ങാനൂർ എന്റെ വാർഡിൽ, ഇന്നലെ മാത്രമല്ല ഞാനൊരു 60% വീടുകളിൽ കയറി കഴിഞ്ഞു. പോയപ്പോഴേക്കും അങ്ങോട്ട് വോട്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പലരും ഇങ്ങോട്ട് പറയുന്നതാണ്, ഒരു വോട്ട് തരാം, പക്ഷേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നിർവാഹമില്ല, പട്ടിയടിക്കും. നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ മാധ്യമ പ്രവർത്തകരെ സാക്ഷി നിർത്തി പറയുന്നു, BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിലെത്തിയാൽ ആദ്യത്തെ 1 വർഷത്തിനകം, എണ്ണിക്കൊണ്ട് പറയുന്നു 12 മാസത്തിനകം തിരുവനന്തപുരത്തെ തെരുവുനായി ശല്യം ഞങ്ങൾ പരിഹരിച്ചിരിക്കുമെന്ന് ഞാൻ വാക്ക് വരികയാണ് നിങ്ങൾക്ക്. യാതൊരു സംശയവുമില്ല. പലരും എന്നോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ പരിഹരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ കണക്കെടുത്തിട്ട് 7,000-7,500 തെരുവുനായി തിരുവനന്തപുരം പട്ടണത്തിലാകും. അത്രേ ഉള്ളൂ. നമുക്ക് കോർപ്പറേഷന് 2 ഏക്കർ 5 ഏക്കർ 3 ഏക്കറൊക്കെ തന്നെ വെറുതെ കിടക്കുന്ന സ്ഥലം ഇവിടെ പല സ്ഥലങ്ങളിലുമുണ്ട്. നാട്ടുകാർ കയ്യേറിക്കൊണ്ടിരിക്കുക. അവിടെ
കേന്ദ്ര ഗവൺമെന്റ് സഹായം ഉപയോഗിച്ചുകൊണ്ട് ഷെൽട്ടറുകൾ നിർമ്മിച്ച് വെറ്റിനറി ഡോക്ടറെ അപ്പോയിന്റ് ചെയ്ത് തെരുവുനായ്ക്കളെ അതിനകത്താക്കി ഭക്ഷണവും കൊടുത്താൽ കൃത്യമായിട്ട് അനിമൽ ബർത്ത് കൺട്രോൾ നടത്തി ആൺനായ്ക്കളെ ഒരു ഭാഗത്തും പെൺനായ്ക്കളെ മറ്റൊരു ഭാഗത്തും പാർപ്പിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട 5 മുതൽ 7 വർഷം കൊണ്ട് തിരുവനന്തപുരത്തെ തെരുവുനായ് ശല്യം പരിഹരിക്കാൻ സാധിക്കും. മധ്യപ്രദേശിൽ ഇങ്ങനെയാണ് പരിഹരിച്ചത് എന്നുള്ള ഉദാഹരണം വ്യക്തമായിക്കൊണ്ട് ഞാൻ പറഞ്ഞു. 12 മാസം ഞങ്ങൾക്ക് തന്നാൽ തെരുവുനായ് ശല്യം ഞങ്ങൾ പരിഹരിച്ചിരിക്കും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അഭിമാനത്തോടെ നാളുകൾ എന്ന് പറയാമോ? നിങ്ങൾക്ക് 12 മാസമല്ല, 12 വർഷമല്ല, 45 വർഷം നിങ്ങൾക്ക് തന്നു. ഞാൻ കൊടുങ്ങാട് വാർഡിലെ തിട്ടമംഗലത്തിൽ മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ അടുത്ത് റോഡിന്റെ പകുതി ഭാഗവും നായ്ക്കൾ കൈയേറിയിരിക്കുക. ഇപ്പൊ സ്കൂട്ടറൊക്കെ ഓടിച്ചു പോകുന്നവർ വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് നായ്ക്കൾ ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് കിടന്നുറങ്ങുന്നത്. അതിന്റെ ഉറക്കമനുസരിച്ചാണ് മാറ്റിക്കൊണ്ടു പോകുന്നത്. ഒരു സംശയവും വേണ്ട. ഇന്നലെ ഒരു പെൺനായയുടെ കൂടെ 6 കുട്ടികൾ നടക്കുന്നുണ്ട്. 6 മാസം കഴിഞ്ഞ 6 കുട്ടികൾ വീണ്ടും പ്രസവിച്ചു. 6 മാസം 36 എണ്ണമാവും. ഒരു സംശയവും വേണ്ട. ഒരു വർഷം കൂടി മാർക്സിസ്റ്റ് പാർട്ടി തിരുവനന്തപുരം ഭരിച്ചാൽ മനുഷ്യരെക്കാൾ കൂടുതൽ തെരുവ് നായ്ക്കളായിരിക്കും തിരുവനന്തപുരത്തുള്ളതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ രണ്ടാമതായി പറയുന്നു, പ്രിയപ്പെട്ടവരെ, മാലിന്യ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും. എങ്ങനെ പരിഹരിക്കും? കഴിഞ്ഞ 7 വർഷമായി ഇന്ത്യയിലെ ഏറ്റവും ശുചിയായ സിറ്റി മധ്യപ്രദേശാണ്. BJP ഭരിക്കുന്നത്. അവിടെ നമ്മുടെ തിരുവനന്തപുരം പട്ടണത്തിൽ 500 ടൺ മാലിന്യമാണ് ഒരു ദിവസം ഉണ്ടാകുന്നത്. നമ്മൾ ഇതിനെ 500 ടൺ ഒരു സ്ഥലത്ത് കൊണ്ട് പരിഹരിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് അത്രത്തോളം വിശാലമായ സ്ഥലമില്ല. പക്ഷേ ഒരു 10 വാർഡുകൾ ചേർന്ന് മാലിന്യം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 45, ഞങ്ങൾ കണക്കെടുത്തു, 45 ടൺ മാലിന്യമാണ് വരുന്നത്. ഈ 10 വാർഡുകൾക്ക് വേണ്ടി ഒരു യൂണിറ്റ് ആരംഭിച്ചാൽ, അതായത് സെമി ഡീസെൻട്രലൈസ്ഡ് യൂണിറ്റ് ആരംഭിച്ചാൽ യാതൊരു സംശയവും വേണ്ട, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാലിന്യ പ്രശ്നം പരിഹരിക്കാം. അതിന് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടുണ്ട്. 10 വാർഡുകളുടെ മാലിന്യം കൊണ്ടുപോകാൻ ട്രാൻസ്പോർട്ടേഷന്റെ പ്രശ്നം ഉണ്ടാവുകയില്ല. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഒരിക്കൽ മാലിന്യ പരിഹരിക്കാൻ പോയി വിളപ്പിൽശാല യൂണിറ്റ് തുടങ്ങി. ഇവിടെ നിന്ന് മാലിന്യം എടുത്ത് വിളപ്പിൽശാലയുടെ കൊണ്ടുപോകുമ്പോഴേക്കും വിളപ്പിൽശാലയുടെ 2 ഭാഗത്തുള്ള മുഴുവൻ ജനങ്ങളും ബോധം കെട്ടി വീഴുന്ന ഒരവസ്ഥയിലായി. ആ സമയത്ത് ഇതുപോലെ തലറിഞ്ഞ ബുദ്ധിയൊന്നുമല്ല, മറിച്ച് പരീക്ഷിച്ച് വിജയിച്ച ബുദ്ധി നമ്മളിവിടെ പ്രയോഗിക്കും. ഒരൊറ്റ വർഷം കൊണ്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട്, മാനത്തുക മഴ കാണുകയാണ്. 1 മണിക്കൂർ മഴ പെയ്താൽ പഴവങ്ങാടി ഗണപതി ഭഗവാൻ ഉൾപ്പെടെ വെള്ളത്തിലാകുന്ന അവസ്ഥ 45-50 വർഷം കൊണ്ട് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ ഈ ഗണപതി ഭഗവാന്റെ എന്ത് വാക്ക് തരുന്നു, ഞങ്ങൾക്കൊരു അവസരം തന്നാൽ ഒരൊറ്റ വർഷം കൊണ്ട് ഞങ്ങൾ ഈ വെള്ളപ്പൊക്കം പ്രശ്നം പരിഹരിക്കും. സൂറത്തിൽ 90കളിൽ ഒരൊറ്റ തവണ മാത്രമേ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളൂ. പ്ലേഗ് ഒക്കെ പടർന്നു പിടിച്ച കാലഘട്ടം നമുക്കറിയാം. കൃത്യമായിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സൂറത്തിൽ അത് മാനേജ് ചെയ്ത് പ്രിയപ്പെട്ടവരെ ഇന്ന് വരെയും സൂറത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. പല കാരണങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉണ്ടാക്കി ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി നിരത്തുവാനുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ചോദിച്ചു, എന്താണ് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നങ്ങളിൽ അവരുടെ ദൈനംദിന ജീവിതത്തെ പ്രതിഫലിക്കുന്ന പ്രശ്നം? അപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞു, പാവപ്പെട്ടവർക്ക് വീടില്ല, ചിലർക്ക് വസ്തു ഉണ്ട് വീടില്ല, ചിലർക്ക് വസ്തുവും വീടില്ല. അദ്ദേഹം ചോദിച്ചു എന്താണ് തടസ്സം? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, PMAY പോലുള്ള പദ്ധതികൾ വരുമ്പോഴേക്കും സംസ്ഥാന സർക്കാരിന്റെ ഷെയർ കൊടുക്കണം. അത് കൊടുക്കാനില്ലാത്തതിന് ഒരു പദ്ധതിനെ തടയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമുക്ക് മറ്റൊരു പരീക്ഷണം നടത്താം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, BJP നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഞങ്ങൾക്ക് ഒരവസരം തന്നാൽ ഞങ്ങൾ 5 വർഷം ഭരിച്ച് ഭരണം പൂർത്തിയാക്കുമ്പോൾ തിരുവനന്തപുരത്ത് വസ്തുവും വീടുമില്ലാത്ത ഒരു വ്യക്തിയും ഉണ്ടാവുകയില്ല എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. നിങ്ങൾ ആലോചിക്കും എങ്ങനെ പരിഹരിക്കുമെന്ന. ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് നിർബന്ധമില്ല. തന്റെ അടുത്തോടെ ഞാൻ പറയുന്നു, കോർപ്പറേഷന്റെ ഫണ്ടും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടും ബാക്കി പണം CSR ഫണ്ടും കൊണ്ടുവന്നിട്ട് സകലർക്കും വീട് വെച്ചു കൊടുക്കുവാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ് BJP എന്ന അന്തസ്സോടെ നട്ടല്ലുയർത്തി ശിരസ് ഉയർത്തി ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ട, ഇതിലപ്പുറം വാഗ്ദാനം തരാൻ, ഇതിലപ്പുറം ജനങ്ങൾ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങുവാൻ വേണ്ടിയുള്ള കരുത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ തിരുവനന്തപുരത്തില്ല, കേരളത്തില്ല. ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നവും പ്രതീക്ഷയുമുണ്ട്. ഞാൻ സമയക്കുറവുമുണ്ട്, എല്ലാത്തേക്കിലും പോകുന്നില്ല. അപ്പോൾ ചോദിക്കും എന്താണ് പ്രശ്നം? ഇപ്പോ കഴിഞ്ഞ ദിവസത്തിൽ ചാനലുകളൊക്കെ ചോദിച്ചു, കോൺഗ്രസ് ആദ്യമേ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചങ്ങ് ഇറങ്ങിയല്ലോ. ഞാൻ പറഞ്ഞു, പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ, ഫീൽഡിൽ ചെന്ന് നോക്ക്, ഒന്നും ഉണ്ടാകാൻ പോകില്ല. കാരണം എന്താണ്? ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന് 42 കൗൺസിലർമാരുണ്ടായിരുന്നു. അന്ന് ഇവർ പ്രതിപക്ഷമായി പ്രവർത്തിച്ചില്ല. അന്ന് CPM എറിഞ്ഞു കൊടുക്കുന്ന എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് CPMന്റെ അഴിമതിക്ക് കൂട്ടുന്നത് കൊണ്ടാണ് ഇന്ന് അവരെ മൂലക്കിരുത്തി എട്ടാക്കിയിരിക്കുന്നത്. ഒരു കാര്യത്തിൽ ഞാൻ അവരോട് യോജിക്കുന്നു. കാരണം എന്താണ്? കോൺഗ്രസും UDFും പറയുന്നു ഭരണം മാറണം, ഇവിടുത്തെ ജനങ്ങൾ പറയുന്നു ഭരണം മാറണം, BJP പറയുന്നു ഭരണം മാറണം, മാധ്യമങ്ങൾ പറയുന്നു അഴിമതി ഭരണം മാറണം. ഭരണം മാറണമെങ്കിൽ എന്താ ഓൾട്ടർനേറ്റീവ്? 2ാം സ്ഥാനത്ത് നിൽക്കുന്നവരെ ഭരണത്തിൽ കൊണ്ടുവരണം. 8 സീറ്റുള്ള കോൺഗ്രസിനെ ട്രെയിൻ വെച്ച് പൊക്കിയാലും അത് 52-ലെത്തില്ല. പലതവണ 3ാം സ്ഥാനത്തായി പോയ K. മുരളീധരന്റെ കണക്കാണ് 8നെ പിടിച്ചാൽ 52 ആക്കാമെന്ന്. എന്റെ മുരളീധര,
35 മാത്രമേ 52 ആക്കാൻ സാധിക്കൂ എന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. സാമാന്യ ബോധം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് 42 കൗൺസിലർമാരുണ്ടായിരുന്നല്ലോ, നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് 5 വർഷം കിടന്നുറങ്ങിയിട്ടല്ല, സൂര്യന്റെ വെയിലടിക്കുന്നവരെ 5 വർഷവും വീട്ടിൽ കിടന്നുറങ്ങിയിട്ടല്ല ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ സത്യപ്രതിജ്ഞ നിമിഷം മുതൽ ഇന്ന് വരെയും സാധാരണക്കാരത്തെ ജനങ്ങൾക്ക് വേണ്ടി പോരാടുകയായിരുന്നു. 3000 ക്രിമിനൽ കേസുകളാണ് ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പോരാടിയിട്ടാണ് ജനങ്ങളുടെ മുമ്പാകെ വരുന്നത്. വലിയ സമരമായിരുന്നു പ്രിയപ്പെട്ടവരെ. ആറ്റുകാലമ്മയുടെ പേരിൽ പോലും അഴിമതി നടത്തിയവർ പണ്ടാരയെടുപ്പിൽ ഒരൊറ്റ പൊങ്കാലം നടന്ന 2021 ആറ്റുകാൽ പൊങ്കാലം മണ്ണന്തര വരെ നടത്തിയെന്ന് പറഞ്ഞിട്ട് 4.5 ലക്ഷം രൂപ ആര്യാരാജ്യത്തിന്റെ സംഘവും ചേർന്ന് എഴുതിയെടുത്തപ്പോഴേക്കും അതിനെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി തിരുവനന്തപുരത്ത് BJP മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത തിരുവനന്തപുരത്തെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പോരാട്ടത്തിന് ഇറങ്ങുന്നത്, ഈ ധാർമ്മിക പോരാട്ടത്തിന് ഇറങ്ങുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് സമരമായിരുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് സകല സമരങ്ങളായിരുന്നു. സാധാരണക്കാരായ വീട്ടുകാരുടെ കരം തട്ടിയെടുത്തവർ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, തെങ്ങുകയറ്റ തൊഴിലാളികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ ഇവർ അടയ്ക്കുന്ന കരം വ്യാജ റെസീറ്റ് അടിച്ചു കൊടുത്തിട്ട് അത് തട്ടിയെടുത്തവർ അടുത്ത കൊല്ലം കരമടയ്ക്കാൻ ചെല്ലുമ്പോൾ പറയും കഴിഞ്ഞത് അടച്ചിട്ടില്ല, ഫൈൻ ഉൾപ്പെടെ അടയ്ക്കണമെന്ന്. എന്റെ അടുത്ത് വന്നു ഒരു VSSC എഞ്ചിനീയർ പൂജപ്പുരന്ന് കൊണ്ടുവന്നു, ഭവിഷ്യത്തിന്റെ അടുത്ത് ചെന്നു, മറ്റു പല കൗൺസിലർമാരുടെ അടുത്ത് ചെന്നു. ഞങ്ങളൊക്കെ ഒരുമിച്ച് റെസീറ്റ് വാങ്ങിച്ചിട്ട് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് വൻ തട്ടിപ്പാണെന്ന്. പ്രിയപ്പെട്ടവരെ, അത് നിയമസഭയിൽ ഉന്നയിക്കണമെന്ന് MR ഗോവൻ ആവശ്യപ്പെട്ടു, അത് നഗരസഭയിൽ ഉന്നയിക്കണമെന്ന് MR ഗോവൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. അപ്പൊ പറഞ്ഞു മൈക്ക് തരില്ല. അശോക് കുമാർ സാർ ഉൾപ്പെടെ ഞങ്ങൾ BJPയുടെ കൗൺസിലർമാരുടെ കോർ ടീം 5 മിനിറ്റ് കോർപ്പറേറ്റ്, ഞാനന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റാണ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നു. അശോക് കുമാർ സാർ ഉൾപ്പെടെ പറഞ്ഞു ഇതിനെതിരെ പ്രതികരിക്കണം. ഞങ്ങൾ 3 മിനിറ്റ് കൊണ്ട് നിർണായക തീരുമാനമെടുത്തു. ഇന്ന് മുതൽ ഞങ്ങൾ പോകുന്നില്ല. ആലോചിച്ചോക്കണം, ഞാൻ അഭിനന്ദിക്കുകയാണ് കൂടെ ഉണ്ടായിരുന്ന 35 കൗൺസിലർമാരെ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഉപവാസം ആരംഭിച്ചു, സത്യാഗ്രഹം ആരംഭിച്ചു. ഒടുവിൽ CPMന്റെ KMCSUവിന്റെ നേതാവ് ശാന്തി എന്ന സംസ്ഥാന നേതാവിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തുകൊണ്ടാണ് ആ സമരം ഞങ്ങൾ അവസാനിപ്പിച്ചത്. ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അതിനുശേഷം ആനാവൂർ നാഗപ്പൻ, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആനാവൂർ നാഗപ്പൻ ആചാര്യൻ കത്തെഴുതി, സഖാവേ ഇവിടെ സഖാക്കന്മാരുണ്ട്, ഒരുപാട് ജോലിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, താൽക്കാലിക ജീവനക്കാരാണ് നഗരത്തിലെ പുല്ലുവെട്ടേണ്ടത്, നായ പിടിക്കേണ്ടത്, നഗരം വൃത്തിയാക്കേണ്ടത്. CPMന്റെ 1200 സഖാക്കന്മാരെ താൽക്കാലിക ജീവനക്കാരാക്കിയപ്പോഴേക്കും അവർ രാവിലെ വന്നാൽ പുല്ലുവെട്ടാൻ പോകില്ല, നഗരം വൃത്തിയാക്കില്ല. നമ്മുടെ നഗരം ജീവിച്ചു പോകുന്നത് ഇവരെ കൊണ്ടാണ്. 25,000 ശമ്പളം കൊടുക്കുന്ന 1200 CPM സഖാക്കന്മാരെ ചുമക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിയിരിക്കുകയാണ്. കുളത്തിലെ എന്തെങ്കിലും ചെയ്തിട്ട് പായലും കുളവാഴയും പിടിച്ച് കിടക്കുക. 1,40 ലക്ഷം രൂപ ചെലവാക്കി നീന്തൽക്കുളമാക്കി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ആര്യാരാജന്റെ ഉദ്ഘാടനം തീരുമാനിച്ച് അങ്ങോട്ട് പോകാൻ തുടങ്ങി. ജനങ്ങൾ ധർണ നടത്തിയുകൊണ്ട് നമുക്ക് മുഴുവനും പുല്ലും പായലും പിടിച്ച് കിടക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, എവിടെ പോയി 1,40 ലക്ഷം രൂപ? പ്രിയപ്പെട്ടവരെ, പറഞ്ഞാൽ ഒരുപാട് പറയുന്നുണ്ട്. അങ്ങനെ തൊട്ടതിനൊക്കെ തന്നെ കക്കുന്ന ഈ കോർപ്പറേഷൻ, ഈ സംവിധാനത്തെ ഒരു നിമിഷം മുമ്പ് പറിച്ചറിയുവാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ. ഞങ്ങൾ ഒരു 3 പോയിന്റ് മാത്രം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. BJPക്ക് ഈ നഗരസഭ ഭരിക്കുവാൻ ഒരു അവസരം തന്നാൽ യാതൊരു സംശയവും വേണ്ട, തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെയും രാജ്യത്തിന്റെയും സാമ്പത്തിക ഘടനയ്ക്ക് ഒരു മുതൽക്കൂട്ടായമാണ് തിരുവനന്തപുരം നഗരസഭ. പലരും ചോദിച്ചു എങ്ങനെയാണ്? നമുക്കറിയാം, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, RCC റീജിയണൽ ക്യാൻസർ സെന്റർ, അതോടൊപ്പം തന്നെ SIT, അതോടൊപ്പം തന്നെ പഞ്ചകർമ്മ ആശുപത്രി, ആയുർവേദ ആശുപത്രി, കേന്ദ്ര ഗവൺമെന്റ് പൂജപ്പുരയിൽ, തൊട്ടടുത്ത് ഗവൺമെന്റ് ആയുർവേദ കോളേജ്, ഇങ്ങനെ ഒരുപാട് നിരവധി മികച്ച സ്വകാര്യ ആശുപത്രി, ഇതൊക്കെ ചേർത്തുകൊണ്ട് മെഡിക്കൽ ടൂറിസത്തിന്റെ ഒരു ഹബ്ബാക്കി തിരുവനന്തപുരം മാറ്റിക്കഴിഞ്ഞാൽ കേരളത്തിൽ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപയ്ക്ക് ഇടയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാർഡിയാക് സർജറി വിദേശ രാജ്യങ്ങളിൽ 50-60 ലക്ഷം രൂപയാണ്. ഒരു പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് രോഗികളെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് രോഗികൾ എങ്ങനെയെന്ന് കരുതിയാൽ മയോ ക്ലിനിക്കിലേക്ക് ചികിത്സ തേടി കേരളത്തിൽ നിന്നുൾപ്പെടെ അമേരിക്കയിലേക്ക് പോകുന്നത് പോലെ രോഗികൾ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അവർ ഇവിടെ ചെലവഴിക്കുന്ന പണം തിരുവനന്തപുരത്തിന്റെ എക്കണോമിയിൽ പമ്പ് ചെയ്യപ്പെടുകയും നമുക്ക് തൊഴിൽ സാധ്യത വർദ്ധിക്കുകയും തിരുവനന്തപുരത്തിന്റെ സാമ്പത്തിക ഘടന മാറുകയും ചെയ്യും. പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തൊന്നേ ഉള്ളൂ, ആറ്റുകാൽ ലോകത്തൊന്നേ ഉള്ളൂ. ആറ്റുകാലും പത്മനാഭസ്വാമി ക്ഷേത്രവും ഭീമാപള്ളിയും വെട്ടുകാട് പള്ളിയും ചേർത്തുകൊണ്ട് പിൽഗ്രിം ടൂറിസം സെന്റർ ആക്കി തിരുവനന്തപുരത്ത് മാറിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സമ്പദ്ഘടന മെച്ചപ്പെടും. IT ഹൈദരാബാദിനും ബാംഗ്ലൂരിനും മുമ്പ് IT പാർക്ക് ആരംഭിച്ചാണ് തിരുവനന്തപുരത്ത് ഇന്നും നമ്മൾ തുടങ്ങിയെടുത്ത് നിൽക്കുന്നു. രാജീവ് ചന്ദ്രശേഖരൻ എന്ന IT വിദഗ്ധന്റെ മേൽനോട്ടത്തിൽ
തിരുവനന്തപുരത്തെ IT സെക്ടറിൽ ശക്തമായ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ 5 വർഷം കൊണ്ട് ഹൈദരാബാദിനും ബാംഗ്ലൂരിനും മുമ്പ് നമ്മുടെ IT മേഖലയിൽ എത്താൻ സാധിക്കും. അതിലൂടെ വരുന്ന തൊഴിൽ അവസരങ്ങളും വരുമാനവും നമ്മുടെ നാടിന്റെ സാമ്പത്തിക ഘടന മെച്ചപ്പെടുത്തും. വിഴിഞ്ഞം മുംബൈ പോർട്ട് എന്നുള്ള ഒരൊറ്റ ഘടകം വെച്ചുകൊണ്ടാണ് മഹാരാഷ്ട്ര ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി മാറിയെങ്കിൽ അതിനേക്കാൾ അനന്തമായ സാധ്യതയുള്ള വിഴിഞ്ഞം പോർട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒന്ന് കൃത്യമായിട്ട് പരിപാലിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി എന്തുകൊണ്ട് തിരുവനന്തപുരത്തിനും കേരളത്തിനും മാറിക്കൂടാ? ഉത്തരമുണ്ട് പോയി ഉടുമുണ്ടുയർത്തി കാണിക്കുന്ന ഡെപ്യൂട്ടി മേയർ PK രാജുവിന്റെയും നട റോഡിൽ KSRTC ബസ് തടഞ്ഞു നിർത്തുന്ന ധിക്കാരിയായിട്ടുള്ള ആര്യ രാജന്റെയും ജോയിയുടെയും ആനാവൂർ നാഗപ്പന്റെയും കുബുത്തുകളിൽ ഈ ചിന്താഗതിയൊന്ന് ഉയരുകയില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. ഒരവസരം BJP തരൂ. 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സിറ്റിയാക്കി ഞങ്ങൾ തിരുവനന്തപുരത്തെ മാറ്റും. ആരും ജീവിക്കാൻ കൊതിക്കുന്ന നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുമെന്ന് വാക്ക് തന്നുകൊണ്ട് NDAയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനയപുരസ പ്രതി. ജയ് ഭാരത് മാതാ.